എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ആയിക്കൊണ്ട് ഞങ്ങളൊരു സ്റ്റാർ ഉണ്ടാക്കാൻ പോകട്ടെ. നാട്ടിലെ പോലെ ഇവിടെ അങ്ങനത്തെ സ്റ്റാർ കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? അയ്യോ ഓക്കെ. ഓക്കെ, അതിന് പ്രധാനമായിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ ഇതാണ്: ഒരു സ്കെയില്, റൂളറ്, പിന്നെ ചെറിയൊരു കത്രിക, പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ട പശ, പിന്നെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ബ്ലേഡ്, ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡ്. ഇത്രയാണ് വേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ പേപ്പർ, പ്രധാനപ്പെട്ട കാര്യം പുറത്തുപോയ പേപ്പർ. അത് 6 വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 6 കാലുള്ള ഒരു സ്റ്റാറാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം അതിനു വേണ്ടി നമ്മൾ ആദ്യമേ വേണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് മടക്കിയിട്ടുണ്ടാക്കാം. പക്ഷെ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അതിൻ്റെ ഈ കോണൊക്കെ ഒട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പേപ്പർ എക്സ്ട്രാ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ ഇതിന് അളവെടുക്കുകയാണ് ചെയ്യുന്നത്. അളവെടുത്ത് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവെടുക്കുകയാണ് കേട്ടോ. ഇത് നോക്കി, അളവ് നോക്കിയേ, എല്ലാം കറക്റ്റായിട്ട് വെച്ച് അളവെടുക്കുക. അപ്പം ഇത് നോക്കുമ്പോൾ അപ്പൂസേ നോക്കിയടാ, ഇവിടെ 21 കൃത്യം 21 സെൻറ്റിമീറ്റർ വരുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്നില്ല, അപ്പൂസിനെ കാണിക്കുക. അതെ, 21 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോലെ 21 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, ഒരെണ്ണത്തിൽ എടുത്താൽ മതി, എന്നിട്ട് ആ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് എടുക്കുമ്പോൾ 21 ശകലം കൂടി എടുക്കണം. അതെന്തിനാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. 21 ഇതല്ലോ, ഇവിടെ 21 ഉണ്ടോ. നമുക്കിത് ഇത്രയും എടുക്കാം. പക്ഷെ നമുക്ക് കറക്റ്റ് വേണ്ടത് 21 ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു മാർക്കും കൂടി എവിടെയും കൊടുക്കാം കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് മടക്കേണ്ടത് കേട്ടോ. അപ്പോൾ സെയിം സാധനം ഇവിടെ നമ്മൾ ഇങ്ങനെ ഇടാം. 21 ഇവിടെ 21. പിന്നെ അത് ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു ചെറിയ, നമുക്ക് അത് ഒട്ടിക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണ് കേട്ടോ. അങ്ങനെയും കൂടി ഇത് വെച്ചിട്ട് നമ്മൾ ഇനി കട്ട് ചെയ്യണം. അപ്പം നമുക്ക് മടക്കേണ്ട ഭാഗം ഇത്രയാണ് കേട്ടോ മടക്കേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു വരയിടുവാണ്. അതിങ്ങനെ ഇവിടെ നോക്കി വേണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് കുഴപ്പമില്ല, ശാലം അളവ് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, 1 2 വളരെ ലൈറ്റായിട്ട് ഓടിച്ചാൽ മതി കേട്ടോ. അത് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതെടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പോർന്നത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ പോറൽ വേണ്ടില്ല, അതുകൊണ്ടാണ് അതെടുത്തത്. ഇനി നമ്മൾ ഇതുണ്ടോ, ഈ ഒരു ഇവിടെ വെച്ചിട്ട് നമ്മൾ മടക്കിയെടുക്കണം എല്ലാം. അതാണ് അടുത്തൊരു കാര്യം. ഒരുപാട് പേപ്പറിൻ്റെ പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1-2 പേപ്പർ വെച്ച് മടക്കി പോകും കേട്ടോ. കേട്ടോ അപ്പൂ ഉണ്ടോ, ഇതെല്ലാം മടക്കി തന്നെ അപ്പാച്ചിക്ക്. ഇങ്ങനെ മടക്കിക്ക് കറക്റ്റായിട്ട്. ഉണ്ടോ, ഇതെല്ലാം കറക്റ്റായിട്ട് മടക്കിയെടുക്കണം. യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്തൊരു ഇതുപോലെ നമ്മൾ മടക്കണം. ഇത് ടോപ്പ് ഇതുണ്ടോ, അതെ ഈ ടോപ്പ് ഇതുണ്ടോ, ഇവിടെ തന്നെ മുട്ടണേ. ഇത്രേ ഉള്ളൂ കേട്ടോ. വെരി സിമ്പിൾ. ഉണ്ടോ, കുറച്ച് മടക്കിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. നമ്മൾ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ കോണെല്ലാം കുളമായി പോകണ്ട. മടക്കിയില്ലേ? ഇനി അടുത്തത് ഉണ്ടോ, ഇപ്പം നോക്കിയത് എങ്ങനെ മടക്കിയാണ്. നമ്മൾ ആദ്യമേ കുറച്ചും നോർമൽ മെഷർമെൻറ്റിനെക്കാളും കുറേ എക്സ്ട്രാ കട്ട് ചെയ്തില്ല. അത് നമ്മൾ മടക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അളവ് തെറ്റാതിരിക്കാനാണ്. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് എടുത്തിട്ട് നമ്മൾ ഇത് രണ്ടും ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം വേണമെങ്കിൽ ഇത്ര ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് തരാം. അല്ലെങ്കിൽ പാടായിരിക്കും അപ്പോൾ കൂട്ടൊന്ന് മടക്കുമ്പോൾ. ഇനി നമുക്ക് വേണ്ടത് ഇതിങ്ങനെ വെച്ചിട്ട് മടക്കണം. ഈ ഒരു ലൈനിൽ കൂടെ ഇത് കറക്റ്റ് മടക്കണം. അതുകൊണ്ട് കാണുന്നുണ്ട്, അത് നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു മടക്കില്ല. അതിൻ്റെ അകത്തൂടെ ഇത് ഇങ്ങനെ വെച്ചിട്ട് മടക്കണം കേട്ടോ. അപ്പോൾ കാണിക്കുന്നുണ്ടോ, മടക്കുക, കൃത്യം മടക്കുക.
നെക്സ്റ്റ് വീണ്ടും ഈ ഒരു സംഭവം മടക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തിനാണ് അങ്ങനെ ഒരു ഭാഗം എടുത്തതെന്ന്. ഉണ്ടോ? ഇത് നോക്കിയേ, ഇത്രേ ഉള്ളൂ കാര്യം. രണ്ട് മടക്കുമ്പോൾ ഇങ്ങനെ ഇതുണ്ടോ ഈ ഒരു ഭാഗം, ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ വെച്ചത്. അപ്പോൾ നമ്മളിത് ഒട്ടിക്കാൻ പോവാണേ. കേട്ടോ, ഇത് ഒട്ടിക്കാൻ പറ്റുമോ അപ്പൂസിൻ്റെ? ഇത് ഇങ്ങനെ ഉണ്ടോ, ഇത് സൈഡിൽ കൂടെ നമുക്ക് ഒട്ടിക്കണം കണ്ടോ, ഇങ്ങനെ ഉണ്ടോ. ഉണ്ടോ? ഒട്ടിച്ചിട്ട് നമ്മൾ ഇതെടുത്ത് അകത്തോട്ട് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര സ്പേസ് ആയിട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും. അല്ലാതെ കുറച്ചുമ്പോൾ ചിലവരൊക്കെ അല്ലാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏങ്കോണിച്ച് പോവേ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉണ്ടോ നമുക്ക് കിട്ടും, വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയേ, നല്ല സൂപ്പറായിട്ട് ഒരു സംഭവം കിട്ടിയിട്ടില്ലെന്ന് നോക്കിയുണ്ടോ, നല്ലൊരു കോളായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പിന്നെ ഫോൾഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യാം, ഉണങ്ങുന്നോണം വരെ. ഇനി കണ്ടോ എല്ലാം നോക്കിയാൽ നമ്മൾ ഒട്ടിച്ചൊക്കെ കാണിക്കാവേ. പക്ഷേ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ ഒട്ടിച്ചാൽ മതി കേട്ടോ. അതാണ് നമ്മൾ ഒട്ടിച്ചാണേ. നക്ഷത്രത്തിന് എത്ര കാലം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഒരു 3.5 ഇതിൽ ഡെപ്തിൽ നമ്മളൊരു പോയിന്റ് ഇടുക കേട്ടോ. അതുപോലെ തന്നെ അത് നമ്മൾ ഇങ്ങോട്ടും വരയ്ക്കണം. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 3.5 സെൻറ്റിമീറ്റർ താഴോട്ട് ഇതുപോലൊരു പോയിന്റിൽ ഒരു വര വരയ്ക്കുക. അതിനുശേഷം 2 സൈഡിലോട്ടും കോർണർ ചേർത്ത് 2 വര വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ നൈഫ് എടുത്തിട്ട് ആ ഭാഗം പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് കളയുക. ഇതാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ 1 സെൻറ്റിമീറ്റർ കൂടെ ഇങ്ങനെ അകത്തോട്ട് എടുക്കുകയാണ് കേട്ടോ. ഇത് വളരെ ചെറിയ A4 സൈസ് പേപ്പറാണേ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ഇവിടെയും ഒരു 1 സെൻറ്റിമീറ്റർ എടുക്കുക. ഞാൻ കുറച്ച് വരച്ച പോലെ ഇത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കണ്ടിക്കുക, ചെറുതായിട്ട് ഉണ്ടോ. അതെല്ലാം അതുപോലെ നമ്മൾ കണ്ടിച്ചെടുക്കണം. ഇപ്പം ചിലവർക്ക് ഇത്രയും പാടുപെടുണ്ടല്ലോ, നമുക്ക് കടയിൽ പോയി മേടിച്ചാൽ മതിയില്ല എന്ന് ഓർക്കും. ഞങ്ങളിത് കാണിക്കുന്നത് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കൂടെയാണ് കേട്ടോ. കടയിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ അതിനൊരു ത്രില്ലില്ലല്ലോ. നമ്മളിത് ഇങ്ങനെ മടക്കണം കണ്ടോ. ഇവിടെ മടക്കണം, ഇവിടെയും തിരിച്ച് മടക്കണം. അതുപോലെ എല്ലാം നമ്മളങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗം കട്ട് ചെയ്ത് കളയാൻ പോവാണ്. കത്രി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് അതുപോലെ അത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിന് ഈ സാധനം വേണ്ടാത്ത ഇതിൻ്റെ അകത്ത് ഒരു സൈഡ് മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ഇവിടെ കണ്ടിച്ചല്ലേ. ഇപ്പം 1 സൈഡ് നമ്മൾ കട്ട് ചെയ്തു, ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്തില്ല. നമ്മളിത് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്ന് കാണിക്കുന്നത്. ഇതുണ്ട്, ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ വന്നു നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കയറ്റണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ മുമ്പോട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോകേണ്ടത്. നമ്മളിനി ഇത് ഒട്ടിക്കാൻ പോണേ. അതിനു വേണ്ടി ഇതൊരു അഴുക്ക് പീസ് ഓഫ് പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എല്ലാം ആകും, കുളമാവും കേട്ടോ. ആദ്യം ഇത് ഒട്ടിക്കാണ്ടോ. ഇനി നമ്മൾ ഇതുപോലെ വേറൊരു ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ ഈ ഭാഗം, അവിടെയാണ് ഇതിൻ്റെ അടി വരുന്നത് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനേ. നമ്മൾ സൂക്ഷിച്ചൊട്ടിക്കുക, സൂക്ഷിച്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൂടി ആയിട്ട് കുളയിപ്പോൾ. ഇപ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ട് മാറുന്നത്, ഈ ഒട്ടീര്. ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടിട്ടില്ല, ഇവിടെ ചെറുതായിട്ട് ഹോൾ വരും. ഇനി അടുത്തത് ഇതുപോലെ എടുക്കുക.
ഫ്രഷ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പശ അതിൻ്റെ മേലിൽ കാണില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒട്ടിപ്പോവും പേപ്പറിൽ. ഈ അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗം എടുക്കുക, ഒട്ടിക്കുക. ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, ഇത് ലാസ്റ്റ് വണ്ണാണ്. ലാസ്റ്റ് വണ്ണിൻ്റെ അകത്ത് നമുക്ക് രണ്ട് സൈഡും വേണ്ട കേട്ടോ. ബിക്കോസ് അത് നമുക്ക് ഞാൻ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ്, നമ്മളിവിടെ മറ്റേ നൂലുകൊണ്ട് കെട്ടിയാണ് ഈ ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലാക്കുന്നത്. അതുകൊണ്ട് രണ്ട് സൈഡും വേണ്ട. ഇനി ഒട്ടിക്കണമെന്നുണ്ട്, പെർമനൻ്റായിട്ട് വെക്കണമെങ്കിൽ മാത്രം അത് എടുക്കുക, ഒട്ടിക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ഭാഗം കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ പരിപാടി ഓൾമോസ്റ്റ് കഴിയും. ഈ പഞ്ചെടുക്കുക, നമ്മൾ ഹോൾ അടിക്കുക കേട്ടോ. പഞ്ചില്ലാത്തവർക്ക് നമുക്ക് ആണിയൊക്കെ വെച്ചിട്ട് ഹോൾ ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോകാൻ നോക്കണം കേട്ടോ. വളരെ കുറച്ച് ശ്രദ്ധിക്കണം ഈ ഭാഗം. എന്നുവെച്ചാൽ അകത്ത് ശരം പശ ഉണ്ടെങ്കിൽ എല്ലാം കൂടി പറ്റിപ്പിടിക്കും. ഇവിടെ കുറച്ച് പശ ഉണ്ടായിരുന്നു, നമുക്കൊന്ന് അങ്ങനെ പശ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോഴേ ഒട്ടിക്കഴിഞ്ഞാൽ പാടാം. നമുക്കൊന്ന് ഓരോന്നോരോ നിന്നി നിവൃത്തമാണ്. ഇന്ന് ഇൻസ്റ്റൻറ്റ് പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഒന്ന് വെച്ചിട്ടോ ഉണക്കിയിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഈ പറ്റി പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ പഞ്ച് ഇടണം കേട്ടോ. പഞ്ചും കൂടി ഇട്ടിട്ട് നമുക്ക് കാണിച്ചാലോ? അല്ലേ, നല്ലേ എടുത്തുണ്ടോ പഞ്ച്? ഒരു പഞ്ച് കൊണ്ടാണ് ഈ സാധനം ഇട്ടത്. അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പോരായ്മയുണ്ട്. അതിന് നമുക്കിത് സ്ട്രെയിറ്റ് ആക്കി നോക്കാം. അതിനുശേഷം ഇവിടെ രണ്ട് ചെറിയ ചരട് കെട്ടിയത് പ്രോപ്പറായിട്ട് രണ്ട് സൈഡിൽ വലിച്ചു കിട്ടണം കേട്ടോ. അപ്പം അതിന് ഓപ്പൺ ആക്കി കാണിക്കാവേ. കുറച്ച് ഡ്രൈ ആവാനുണ്ട് കേട്ടോ. എന്തോ ഒട്ടലൊക്കെ ഉണ്ട്. 1 2 മൂന്നാമത്തത് ആയി വരുന്നു. ഇതായിട്ട് രണ്ടെണ്ണം ഇപ്പോൾ പഞ്ചടിച്ചത് ഭയങ്കര അടുത്ത്. ആയി ഒരെണ്ണോടി വരുമ്പോൾ അടിപൊളിയാണ്. 6 ഇതുള്ള നല്ല അടിപൊളി സ്റ്റാറാണ് ആയി വന്നിരിക്കുന്നത്. അങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർ. ഇതും കൂടി നമ്മൾ കെട്ടണം, കെട്ടിയാലേ സ്റ്റാർ ആവുള്ളൂ. പക്ഷെ നന്നായിട്ടിരിക്കില്ലേ? എങ്ങനെയുണ്ട്? കുറച്ച് കട്ടിക്ക് വേണ്ടി നമ്മൾ ഈ രണ്ടും കൂടെ ഒട്ടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് അവിടെ നമുക്ക് ഒട്ടിക്കാം സൈഡിലെ. നമ്മൾ അവിടെ ഒട്ടിച്ച് കൊടുത്താൽ മതി, വേറൊന്നിനുമല്ല. അവിടെ ഒരു ശകലം ബലം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലെ നമ്മൾ പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ചരട് ഒട്ടിക്കുമ്പം അതിങ്ങോട്ട് പറഞ്ഞു പോരും. അതുകൊണ്ട് ഇവിടെ ഒട്ടിക്കണം. ഈ ലാസ്റ്റത്തെ ഇതുണ്ടോ പോർഷൻ്റെ നല്ലത് ബലം കിട്ടാൻ വേണ്ടി അത് ജസ്റ്റ് അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി. പേപ്പർ പോലെ എടുക്കുക. ഒട്ടിക്കുക. ഞാനിപ്പം ഈ ഒരു പെന്നിൻ്റെ കൊണ്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ടു കേട്ടോ. അതിലെല്ലാം ആണി ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ല. ആണി മേളിലുണ്ട് അല്ലേ? തൽക്കാലം അതുകൊണ്ട് തന്നെ ഈ പെന്നിൻ്റെ ഇവിടെ കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഹോൾ ഇടുകയാണേ. സൂക്ഷിക്കണം കേട്ടോ, ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതത്ര പോരാ.
ഓക്കെ, മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തോടെ ഈ ചരട് കയറ്റിയിട്ട് അപ്പുറേ നമുക്കിത് പിന്നിൽ നമുക്ക് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് ഇത് ചെറിയ ഹോളാണെങ്കിലേ ഇവിടെ നല്ലൊരു വലിയൊരു കെട്ട് കെട്ടിയാലും മതി കേട്ടോ. അതിൻ്റെ അത്ര തിരിച്ചൊന്നും പോരില്ല. എന്ന് ചെയ്യാം. നമ്മൾ ചെറിയ സ്റ്റാർ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, തിരിച്ചു പോരത്തില്ല കേട്ടോ. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം, എപ്പുറം അതുപോലെ തന്നെ ചെയ്യാം. കണ്ടോ, പ്രോപ്പറായിട്ട് ഇനി സ്റ്റാറിന് വർക്ക് വേണം. നമ്മുടെ നാട്ടിലൊക്കെ ഇത് സാധാരണ കിട്ടുള്ളൂ, ഇത് ഇവിടെ അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ക്രിസ്മസ് സ്റ്റാർ, സ്മോൾ സ്റ്റാർ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.